ഡാറ്റ ചോർച്ച ഇപ്പോൾ വളരെ വലിയ ചർച്ചയായിരിക്കുകയാണ്. മുൻ പ്രതിപക്ഷ നേതാവായ ശ്രീ രമേശ് ചെന്നിത്തല അതിനെതിരെ ശക്തമായി പല തെളിവുകൾ സഹിതമാണ് ഈ ഡാറ്റ ചോർന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ന്യായീകരണങ്ങൾ, ഇപ്പോൾ DA കൂട്ടിയതിനെ കുറിച്ച് സർക്കാർ ജീവനക്കാരെ അറിയിച്ചതാണ് എന്നൊക്കെ ന്യായീകരിച്ച് മെഴുകുന്നുണ്ട്. ഞാൻ സർക്കാർ ജീവനക്കാരിയല്ല. പ്രിയപ്പെട്ട പ്രീതാമോൾ ആർ, നമസ്കാരം. കേരള ചരിത്രത്തിൽ ആദ്യമേ വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് വന്നത്. അതിന്റെ അവസാനം നിങ്ങളുടെ സംരംഭം നാടിന്റെ അഭിമാനമാണ്, സ്നേഹപൂർവ്വം പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും വന്നു. സംരംഭകയാണ്. അപ്പോ എങ്ങനെയാണ് നമ്മുടെ വിവരങ്ങൾ ഇവർ ചോർത്തിയത് എന്നുള്ളത് ഒരു വലിയ, അതായത് നമ്മുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ട സർക്കാർ തന്നെയാണ് നമ്മുടെ സ്വകാര്യത. ഫോൺ പണ്ട് കാലത്തെ പോലെ അല്ല ഫോൺ എന്ന് പറയുന്നത്. നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട്, സകല വിവരങ്ങളും നമ്മുടെ ഫോണുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ ആ സ്വകാര്യതയെ കട്ടെടുത്തതിനെതിരെ രമേശ് ചെന്നിത്തല ശക്തമായി തന്നെ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എത്ര തന്നെ സർക്കാർ ന്യായീകരിച്ചാലും അതിന് ഒരു സാധുതയും ഇല്ല എന്ന് തന്നെയല്ലേ പറയേണ്ടത്. ഇത് വിവരങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട ഈ സാംബശിവ റാവു നൽകിയ കത്തിന്റെ പകർപ്പാണ് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടത്. ഇതിന്റെ ഏറ്റവും ഗുരുതരമായ കാര്യം, സർക്കാർ ഉദ്യോഗസ്ഥന്റെ പേര്, അദ്ദേഹത്തിന്റെ വയസ്സ്, തസ്തിക, ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് 2025 ഡിസംബർ മാസം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും PRD മുഖേന കത്ത് പോകുന്നത്. അതിൽ പറഞ്ഞത് ഫെബ്രുവരി 12 മുമ്പ് ഈ വിവരങ്ങളെല്ലാം എത്തിക്കണം. ഫെബ്രുവരി 12 എത്തിച്ച് അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ ഇത് പുറത്തു വന്നത്. ഏറ്റവും ഗൗരവകരമായ ഒരു കാര്യം, നേരത്തെ തന്നെ കേരളത്തിലെ ചില വിവരങ്ങൾ, സ്വകാര്യ വിവരങ്ങൾ ചോർന്നിട്ടുണ്ടെന്ന ആരോപണം നേരത്തെ തന്നെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാർ സംവിധാനം വഴി, ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് വിവരം ചോർത്തിയെന്ന് പറയുമ്പോൾ അത് ഏറെ ഗൗരവമുള്ള കാര്യമാണ്, ഗുരുതരമുള്ള കാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ച ഹൈക്കോടതി ഇനി ഒരു തരത്തിലുള്ള ഒരു മെസ്സേജും ആർക്കും അയക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇത് സംബന്ധിച്ച കൃത്യമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകുകയും ചെയ്തത്. കോടതി വിധി നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കോടതി വിധിയുടെ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് സ്വകാര്യത ആണ് ചോർന്നിരിക്കുന്നത്, അതിന്റെ കോടതി വിധിയുടെ ലംഘനമാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, തുടർഭരണമെന്ന സ്വപ്നവുമായി മുന്നോട്ട് പോകുന്ന ഇടതു ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ CPMന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടിടപെട്ട് ഇത്തരത്തിൽ സ്വകാര്യ വിവരങ്ങൾ ചോർത്തി എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം. അതായത് നമ്മൾ K-സ്മാർട്ട് ഉപയോഗിക്കുന്ന, നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്നും പഞ്ചായത്ത് ഓഫീസിൽ നിന്നും എല്ലാം ചില കാര്യങ്ങൾ ലഭ്യമാണെങ്കിൽ ആ K-സ്മാർട്ട് വഴിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഇത് സർക്കാരിന്റെ ഒരു അംഗീകൃത സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിൽ നിന്നും ആളുകളുടെ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് സർക്കാരിന്റെ PR ഉപയോഗത്തിന് മാത്രമല്ല, ഇത് CPM ആർക്കെല്ലാം വിറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ CPM അവരുടെ സ്വകാര്യ ഉപയോഗത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ? ഈ പരിപാടി നടത്തുന്നത് നേരിട്ട് മുഖ്യമന്ത്രി ഇടപെട്ടല്ല, മുഖ്യമന്ത്രി കുത്തിയിരുന്നിട്ട് ടൈപ്പ് ചെയ്ത് അയക്കുന്നതല്ലല്ലോ. ഇതൊരു ഏജൻസിയാണ് ഏൽപ്പിക്കുന്നത്. ഈ ഏജൻസി ഇതിൽ എത്ര ഡാറ്റകൾ പുറത്ത് നൽകിയിട്ടുണ്ടാവും? ഈ കാര്യങ്ങളെല്ലാം കാര്യക്ഷമമായ അന്വേഷണം വേണം. രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്ന കാര്യം ഏറെ ഗൗരവമുള്ള കാര്യമാണ്. K-സ്മാർട്ട് എന്ന് പറയുന്ന കേരളത്തിലെ എല്ലാ വിവരങ്ങളും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവർക്ക് ലഭ്യമാകേണ്ട സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ വിരൽത്തുമ്പിൽ ലഭിക്കുമെന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ ഉപകാരമുള്ള കാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മുമ്പത്തെ പോലെ വില്ലേജ് ഓഫീസുകളും താലൂക്ക് ഓഫീസുകളും കയറി ഇറങ്ങേണ്ട സാഹചര്യമില്ല, അതിന് അംഗീകരിക്കുന്നു. പക്ഷേ അതിന്റെ മറവിൽ മറ്റൊരു വലിയ കളവാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. ഇത് മുളയിലെ നുള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം മുളയിലെ നുള്ളാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇത്തരത്തിൽ വാട്സാപ്പ് സന്ദേശങ്ങൾ വരില്ലായിരുന്നു. അതെ, ജനങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ട സർക്കാരാണ് അത് കട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും അധികം. പിന്നെ ഇതിന് ഒരു സാധാരണ ഒരു മനുഷ്യൻ കമന്റ് ഇട്ടിരിക്കുകയാണ്, നമ്മളിപ്പോ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അവിടെ ഒരു നറുക്കെടുപ്പ് വന്നാൽ ആ കൂപ്പണിൽ പോലും നമ്മുടെ ഫോൺ നമ്പർ നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ടല്ലോ, ആ നാട്ടിലാണോ ഇതൊക്കെ വലിയ പ്രശ്നമാക്കുന്നതെന്ന് ഒരാൾ നിഷ്കളങ്കമായി ചോദിച്ചിരിക്കുകയാണ്. പക്ഷേ അതിന്റെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോ ഒരു നറുക്കെടുപ്പിന് പോയി ആ നറുക്കെടുപ്പിന് നമ്പർ എഴുതി കൊടുത്തുവെങ്കിൽ ആ നറുക്കെടുപ്പിന് മാത്രമേ നമ്മുടെ ആ നമ്പർ ഉപയോഗിക്കാവൂ. അതല്ലാതെ ആ നമ്പർ കളക്ട് ചെയ്ത് അവർക്കത് വേറൊരാൾക്ക് വിൽക്കാനോ ഉള്ള റൈറ്റ് ഇല്ല ഇവിടെ. തീർച്ചയായും നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ പോയാൽ, ഒരു കൂൾ ബാറിൽ പോയാൽ അടക്കം നമ്മുടെ നമ്പർ ചോദിക്കുന്ന സാഹചര്യം നമ്മൾ തരില്ല എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ കേരളത്തിലെ പല ആളുകളും നമ്പർ കൊടുക്കുന്നുണ്ട്. അവരത് ഏത് രൂപത്തിൽ ദുരുപയോഗപ്പെടുത്തും, അത്തരത്തിൽ നമുക്കിതിനെ കുറിച്ച് മുൻകൂട്ടി ഒരു പ്രവചനം ഒന്നും നടക്കില്ല. ചിലപ്പോൾ അവരുടെ വൻകിട സൂപ്പർ മാർക്കറ്റുകളൊക്കെ നമ്പർ വാങ്ങിയിട്ട് അവരുടെ ഓഫർ വരുമ്പോൾ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് അവർക്ക് ഒരുപക്ഷെ പുറത്ത് വിൽക്കാൻ കഴിയും, നമ്മുടെ ഡാറ്റ വിൽപ്പനയ്ക്ക് വെക്കാൻ കഴിയും. അല്ല, അങ്ങനെ ചെയ്യുന്നുണ്ട് പലപ്പോഴും. നമ്മളുമായിട്ട്
ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത പല ബിസിനസ് കോളുകൾ നമുക്ക് വരാറുണ്ട്. തീർച്ചയായും. പല ബാങ്കുകളിൽ നിന്നും പല ഓൺലൈൻ ലോണുകൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോളുകൾ വരാറുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കില്ലേ നമ്മുടെ നമ്പർ എവിടെ നിന്ന് അവർക്ക് കിട്ടിയത് എന്ന്. അത് ഇങ്ങനെ നമ്മൾ പല സ്ഥലത്ത് നമ്മൾ ഈ സാധനം വാങ്ങിക്കുമ്പോഴോ ഏതെങ്കിലും ഇതിൽ കൊടുക്കുമ്പോൾ ആ ഡാറ്റ ഇവർ വിൽക്കുന്നതാണ്. പെർ നമ്പറിന് ഇത്ര രൂപ വെച്ച് അതെങ്കിൽ അതിന്റെ കണക്കുണ്ട്, താരിഫ്, അത് വെച്ച് അവർ വിൽക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള പ്രവർത്തികളെ ചോദ്യം ചെയ്യേണ്ട, അങ്ങനെ ചെയ്യുന്നവരെ ശിക്ഷിക്കേണ്ട സർക്കാരാണ് ഇപ്പോൾ നമ്മുടെ ഡാറ്റ. ഒരു കാര്യമുണ്ട്, അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് അവർക്ക് നമ്പർ കൊടുക്കുന്നത്. കാരണം നമ്മൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്പർ കൊടുക്കേണ്ട സാഹചര്യമില്ല. പക്ഷെ നമ്മൾ നമ്പർ കൊടുക്കാറുണ്ടെന്നറിയാം, ഞാൻ ഉൾപ്പെടെയുള്ളവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സർക്കാരിൻ്റെതായ നമുക്ക് വേണ്ട സേവനത്തിന് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ നമ്പർ ഉപയോഗിക്കുന്നത്. നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചാൽ മാത്രമേ അതിലേക്ക് OTP വരൂ. നമ്മളിപ്പോൾ ഒരു ജാതി സർട്ടിഫിക്കറ്റിനോ ഒരു വരുമാന സർട്ടിഫിക്കറ്റിനോ അപേക്ഷിക്കണമെങ്കിൽ നമ്മുടെ നമ്പർ ഉപയോഗിച്ച് അതിൽ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്കൊരു OTP വരും. ആ OTP ഉപയോഗിച്ചാണ് പിന്നീട് നമ്മൾ അതിലെല്ലാം ചെയ്യുന്നത്. നമ്മൾ വേറെ വിശ്വസിച്ച് നമ്മുടെ വിവരങ്ങളെല്ലാം സർക്കാരിന്റെ പക്കൽ ഭദ്രമാണെന്ന് വിശ്വസിച്ചാണ് നമ്മൾ ആ നമ്പർ ഉപയോഗിക്കുന്നത്. അവിടെയാണ് ആ നമ്പർ ഉപയോഗപ്പെടുത്തിയാണ് സർക്കാർ ഇത്തരത്തിൽ കളവ് നടത്തുന്നത്. ഇനി സർക്കാർ ഇതാർക്കെങ്കിലും വിറ്റാൽ ഏത് രൂപത്തിൽ നമുക്ക് അറിയാൻ കഴിയും. പിന്നെ സർക്കാർ ഇതൊരു സ്വകാര്യ ഏജൻസി ആയിരിക്കും PR വർക്ക് ചെയ്യാൻ ഏൽപ്പിച്ചത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രി നേരിട്ടിരുന്നല്ല ഈ സന്ദേശം നമുക്കറിയാം. അതുകൊണ്ട് ആ സ്വകാര്യ ഏജൻസി ഇത് എത്ര ആൾക്ക് കൈമാറിയിട്ടുണ്ടാവും? ഇതിന്റെ പിന്നിൽ വലിയ സാമ്പത്തിക കച്ചവടം നടന്നിട്ടില്ലേ? ഇതിന്റെ പിന്നിൽ നടന്ന കച്ചവടത്തിന്റെ പങ്ക് ആർക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്? ഇത് മറ്റെന്തെല്ലാം പർപ്പസിന് അവർ ഉപയോഗിക്കും എന്നതും ഇവർക്കാർക്കും അറിയില്ല. തീർച്ചയായും. പക്ഷേ ഇത് നമ്മുടെ സ്വകാര്യതയെ വിറ്റ് സർക്കാർ നമ്മുടെ വിശ്വാസ്യതയെ ജനങ്ങൾക്ക് ഈ സർക്കാർ ഇപ്പൊ പറയുമല്ലോ LDF സർക്കാരിൽ അങ്ങേയറ്റത്തെ വിശ്വാസ്യതയാണ് എന്ന്. ആ വിശ്വാസ്യതയാണ് ഈ LDF സർക്കാർ ഇതിലൂടെ നഷ്ടപ്പെടുത്തി. തീർച്ചയായും ആ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയെന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് ഇത് പുറത്തു വന്നിട്ടും CPM നേതാക്കന്മാർ പറയുന്നത്. അല്ല, അതിനെ ന്യായീകരിക്കുകയാണ് അവർ പറയുന്നത്. ഈ ഇതിൽ ചട്ടമൊന്നും നിലവിൽ വന്നിട്ടില്ല, ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത പോയിന്റിൽ അവർ ന്യായീകരിക്കുന്നത് ഇതിലെ ചട്ടം ഉപയോഗിച്ചുകൊണ്ടാണ്. ആ ചട്ടം അനുസരിച്ച് നമ്മൾ ഒരു പർപ്പസിന് വേണ്ടി നമ്പർ കൊടുത്താൽ ആ പർപ്പസിനല്ലാതെ ഇപ്പൊ കരമടയ്ക്കാൻ വേണ്ടി നമ്മുടെ നമ്പർ ഉപയോഗിക്കുന്നു, OTP വരുന്നു, കൊടുക്കുന്നു. പക്ഷെ ആ കൊടുത്ത നമ്പറിനെ അവർ തന്നു എന്ന് പറഞ്ഞ് വേറെ ഒരു പർപ്പസിന് ഉപയോഗിക്കാൻ പാടില്ല. ആ ഒരു പർപ്പസിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്നിരിക്കവെയാണ് ആരുടെയും സമ്മതമില്ലാതെ ഇത്രയും കോടിക്കണക്കിന് ആൾക്കാരുടെ നമ്പറുകൾ ഇങ്ങനെ കട്ടെടുത്ത് അവരുടെ പ്രചരണത്തിനായി. സർക്കാരിന്റെ മാത്രമല്ല CPMന്റെ പ്രചരണത്തിന് വേണ്ടി. കാരണം ഒരു സർക്കാർ ജീവനക്കാരൻ അല്ലെങ്കിൽ ഒരു സംരംഭക അല്ലെങ്കിൽ ഏതായാലും അവരിൽ കോൺഗ്രസ്സുകാരുണ്ടാവും, CPMകാരുണ്ടാവും, BJPക്കാരുണ്ടാവും, രാഷ്ട്രീയമില്ലാത്തവൻ, രാഷ്ട്രീയമുള്ള, പക്ഷെ അവരെ എല്ലാ നമ്പർ CPMന്റെ ഇത് AKG സെന്ററിലേക്ക് എത്തിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം സർക്കാർ സംവിധാനത്തിലേക്കല്ല, AKG സെന്ററിലേക്ക് എത്തി. AKG സെന്ററിൽ CPM നിയോഗിച്ച സൈബർ സംഘത്തിന്റെ കൈകളിലേക്ക് ഈ സാധനം എത്തിയിട്ടുണ്ട്. CPM നിയോഗിച്ച സൈബർ സംഘത്തിന്റെ തലവന്മാരൊക്കെ CPMന്റെ ആളുകളായിരിക്കും. ഇതിൽ ജോലി ചെയ്യുന്ന പല ആളുകളുണ്ടാവും. അവരിത് വിൽപ്പന നടത്തില്ല എന്താണ് ഉറപ്പ്? CPMന്റെ സൈബർ സംഘത്തിലെ ആളുകൾ ഇത് ദുരുപയോഗപ്പെടുത്തില്ല എന്താണ് ഉറപ്പ്? എന്തായാലും കേരളത്തിലെ ജനങ്ങളുടെ ഡാറ്റ ചോർന്നു എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഈ വിഷയത്തിൽ ഇനി ഹൈക്കോടതിയുടെ ഇടപെടൽ മാത്രമാണ് ജനങ്ങൾക്ക് ആശ്വാസകരമായ ഒരു കാര്യമുള്ളത്. പക്ഷെ ഹൈക്കോടതി ഇടപെടുന്നതിന് മുമ്പ് തന്നെ സന്ദേശം ജനങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഈ വിഷയത്തിൽ സത്യവാങ്മൂലം നൽകാൻ സർക്കാരിനോട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ത് മറുപടി നൽകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ല, അതിലൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തോടെ, ഈ കോവിഡ് കാലത്ത് സ്പ്രിംഗ്ലർ അഴിമതിയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല കൃത്യമായി ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഒന്നുകൊണ്ട് മാത്രമാണ് അന്ന് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ പുറത്തു പോകാതിരുന്നത്. ഈ അടുത്ത കാലത്ത് അതിന്റെ വിധി വന്നപ്പോൾ ഇടതുപക്ഷം ആഘോഷിക്കുന്നുണ്ടായിരുന്നു. പ്രതിപക്ഷം പൊട്ടിപ്പോയി, പ്രതിപക്ഷം പറഞ്ഞത് സത്യമല്ല, ഞങ്ങൾ വിജയിച്ചു എന്ന് വലിയ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ആരാണ് വിജയിച്ചത്? ആ വിധി എന്തായിരുന്നു? ഡാറ്റ ചോർന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് എന്തുകൊണ്ട് ചോർന്നില്ല? കൃത്യസമയത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല അതിൽ ഇടപെട്ടത് കൊണ്ടും നിയമസഹായം തേടിയത് കൊണ്ടും മാത്രമാണ് നമ്മുടെ നാട്ടിലെ ഡാറ്റ ചോരാതിരുന്നത്.